കർണാടകയിലെ എല്ലാ സ്കൂളുകളിലും കന്നഡ പത്രവായന നിർബന്ധമാക്കിയിരിക്കുകയാണ് അവിടുത്തെ സംസ്ഥാന സർക്കാർ. അസംബ്ലിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം 10 മിനിറ്റ് പത്രവായനയ്ക്കായി നീക്കിവെക്കണമെന്നാണ് ഉത്തരവ്. നിർണായക നീക്കം കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നിയമം പരിഗണനയിൽ ഇരിക്കെയാണ് ഈ നീക്കം വന്നിരിക്കുന്നത്. 18 വയസ്സ് വരെയുള്ള കുട്ടികളിലെ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുന്നതിന് നിയമം കൊണ്ടുവരണമെന്ന് ബാലാവകാശ കമ്മീഷൻ ഉത്തരവായിരിക്കുന്നു. വിദ്യാർത്ഥികളിൽ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കുന്നത് പഠിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് പുതിയ നിർദ്ദേശങ്ങൾ, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടലായിട്ട് വന്നിരിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഫോൺ അങ്ങനെ വേണ്ട കുട്ടികളെ എന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഈ ഫോൺ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടത്, നിയന്ത്രിക്കേണ്ടത് എന്നുള്ളത് ബാലാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം എന്നുള്ളതാണ്. കുട്ടികളിലെ സ്ക്രീൻ ഉപയോഗം, ഫോൺ ഉപയോഗമല്ല സ്ക്രീൻ ഉപയോഗം കൂടുന്നു, അതിൽ നിയന്ത്രണം വേണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. അപ്പോൾ നിയന്ത്രണത്തിന് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ്. വലിയ തരത്തിൽ കുട്ടികളുടെ കണ്ണുകൾക്ക് രോഗം വരുന്നു, അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ കൊണ്ടാണ് ബാലാവകാശ കമ്മീഷന്റെ നിർണായകമായിട്ടുള്ള ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്? ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, മൊബൈൽ ഗെയിംസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കുക, അതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗം. ഇത് മൂന്നിൽ കൂടിയാണ് ഈ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഈ ഫോൺ ഉപയോഗത്തിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒന്ന്, ഇന്റർനെറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൊബൈൽ ഗെയിംസ്. ഇതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിയന്ത്രിക്കണം എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. ഈ അമിത ഉപയോഗം വലിയ തരത്തിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യമാണ് ഇതിനുള്ള ഏറ്റവും പ്രധാന കാരണം. അതിൽ എങ്ങനെയൊക്കെയാണ് ദോഷം ചെയ്യുന്നത് എന്ന് വെച്ചാൽ, മാനസിക, ശാരീരിക, വൈകാരിക വിദ്യാഭ്യാസത്തിന് ദോഷം ചെയ്യും എന്നാണ് പറയുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇത്തരം കാര്യങ്ങളിൽ, മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇടപെട്ട് വേണം പഠനം നടത്താൻ. അതിനിടയിൽ ഈ മൊബൈൽ ഫോൺ ഉപയോഗം വരുമ്പോൾ അവർക്ക് അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ശ്രദ്ധ തിരിക്കാൻ പറ്റാതെ അവരുടെ മാനസിക, ശാരീരിക, വൈകാരിക വിദ്യാഭ്യാസത്തിന് ദോഷം ഉണ്ടാകും എന്നുള്ള കാര്യമാണ് ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ പറയുന്നത്. ഇനി ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് നിയന്ത്രണം ഉണ്ടാകുന്നത്, ഏത് പ്രായത്തിലുള്ള കുട്ടികൾ എത്ര സമയം ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കണം എന്നുള്ള കാര്യമൊക്കെ കൃത്യമായി തന്നെ ബാലാവകാശ കമ്മീഷൻ പറയുന്നുണ്ട്. 2 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് സ്ക്രീൻ വേണ്ട. 2 വയസ്സുള്ള വരെയുള്ള കുട്ടികൾക്ക് മൊബൈലിൻ്റെ ആവശ്യമില്ല, അവർ നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ വീഡിയോ കോൾ ആകാം എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും, ഉറ്റവരാരെങ്കിലും കൂടെ ഇല്ല, പുറത്താണെങ്കിൽ അത്യാവശ്യം ഒന്ന് വീഡിയോ കോളിൽ കുട്ടിയെ കാണിക്കാം, കുട്ടിയുടെ മുഖം കാണിക്കാം എന്നുള്ളതല്ലാതെ മറ്റ് ഫോൺ ഉപയോഗം കുട്ടികൾക്ക് വേണ്ട എന്നുള്ളതാണ്. ഇനി 2 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളത് കൂടി പരിശോധിക്കാം. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ അറിവോടെ ഫോൺ ഉപയോഗിക്കാം. മാതാപിതാക്കൾ കൊടുക്കുമ്പോൾ കുറച്ച് സമയം എന്തെങ്കിലും കാണുവാനോ ഒക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അതും 1 മണിക്കൂർ ഉപയോഗിക്കാം. ഒരു ദിവസം 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ വരെയുള്ള സമയം മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. ഇനി 5 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ കാര്യം നോക്കാം. അതായത് 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. 18 വയസ്സ് വരെയുള്ള കുട്ടികൾ എന്തിനാണ് മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ടത്? പഠനത്തിനായി ഉപയോഗിക്കാം. ഇപ്പോൾ പലപ്പോഴും ഓൺലൈൻ വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ പല നോട്ട്സും അല്ലെങ്കിൽ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഫോൺ വഴിയാകും അവരത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോൺ ഉപയോഗിക്കാം. പിന്നെ പഠനത്തിന് പുറമെ 2 മണിക്കൂർ, പഠനത്തിന് പുറമെ 2 മണിക്കൂർ മാത്രമാണ് മറ്റ് വിനോദ ആവശ്യങ്ങൾക്കായിട്ട് ഈ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ പഠനത്തിന് വേണ്ടി പലപ്പോഴും ഫോൺ ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യമാണ്. യൂട്യൂബ് വീഡിയോകളും ഒക്കെ നോക്കേണ്ട ഒരു സാഹചര്യം വരും. അതിന് പുറമെ 2 മണിക്കൂർ മാത്രമേ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശമായി വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് സ്കൂളുകളിൽ നിയന്ത്രണം വേണം എന്നുള്ളതാണ്. പലപ്പോഴും ടീച്ചർമാരുടെയും നമ്മുടെ രക്ഷിതാക്കളുടെയും ഒക്കെ കണ്ണുവെട്ടിച്ച് വിദ്യാർത്ഥികൾ സ്കൂളുകളിലേക്ക് ഫോൺ കൊണ്ടുപോകുന്ന ആ കാഴ്ച ഒരു സാധാരണമായിട്ടുള്ള കാഴ്ച നമ്മൾ നേരത്തെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇത്തരത്തിൽ ഫോൺ പിടിച്ചെടുത്തു, അതിനുശേഷം അത് ചോദ്യം ചെയ്യുന്നതും തിരിച്ച് അധ്യാപകരോട് കുട്ടികൾ കയർക്കുന്നതും അത്തരം കാഴ്ചകളൊക്കെ കാണുന്നതാണ്. അപ്പോൾ അതിൽ സ്കൂളുകളിൽ കൃത്യമായിട്ടുള്ള നിയന്ത്രണം വേണമെന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നു. ഫോൺ സ്കൂളുകളിൽ കൊണ്ടുവരാം. എപ്പോഴാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, നമുക്ക് വീട്ടുകാരെയൊക്കെ ബന്ധപ്പെടണം, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരാം. പക്ഷേ അത് രക്ഷിതാവിൻ്റെ അപേക്ഷ വേണം. ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരുമ്പോൾ രക്ഷിതാവ് ഇത് കൃത്യമായിട്ട് സ്കൂളിലെ ബന്ധപ്പെട്ട അധികൃതർക്ക് അപേക്ഷ നൽകണം. എൻ്റെ കുട്ടി ഇത്തരത്തിൽ ഫോൺ കൊണ്ടുവന്നോട്ടെ എന്നുള്ളത് ഒരു അപേക്ഷ കഴിഞ്ഞാൽ മാത്രമേ
ഈ ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്ലാസ് ടീച്ചറിനെ ഏൽപ്പിക്കണം. ഫോൺ സ്കൂളിലേക്ക് കൊണ്ടുവന്നാലും അത് ക്ലാസ് ടീച്ചറിനെ കൃത്യമായിട്ട് ഏൽപ്പിക്കണം. ആവശ്യ സമയത്ത് മാത്രമാണ് ഈ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. പിന്നെ ഈ നിർദ്ദേശം ലംഘിച്ചാൽ കൃത്യമായിട്ട് ഉള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകും. അത് വെറുതെ കുട്ടികളെ ചോദ്യം ചെയ്യുകയോ അവരുടെ മാനസിക നിലയെ തെറ്റിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിൽ അധിക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുകയല്ല വേണ്ടത്. ആദ്യം താക്കീത് നൽകണം, കൃത്യമായ താക്കീത് നൽകണം. ഈ അധ്യാപകർ അറിയാതെയാണ് കൊണ്ടുവരുന്നത് എങ്കിൽ ഇത് കൊണ്ടുവരാൻ പാടില്ല എന്ന് കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നീടും അത് ആവർത്തിക്കുകയാണെങ്കിൽ ആണ് ശിക്ഷാ നടപടികളിലേക്ക് പോകേണ്ടത്. അതെങ്ങനെയാണ്? ഫോൺ പിടിച്ചെടുത്ത് വെക്കണം. ഫോൺ അധ്യാപകർ പിടിച്ചെടുത്ത് വെച്ചതിന് ശേഷം 7 ദിവസത്തിന് ശേഷം രക്ഷിതാവിനെ തിരികെ ഏൽപ്പിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അതല്ലാതെ കുട്ടികളെ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപിക്കാൻ മുതിരരുത്. അത് അവരുടെ മാനസിക നിലയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് തിരികെ അധ്യാപകർ രക്ഷിതാക്കളെ തന്നെ 7 ദിവസത്തിന് ശേഷം ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ബോധവൽക്കരണം വേണം കുട്ടികൾക്ക് ഇക്കാര്യത്തിൽ. ഇതിന് പ്രത്യേകമായിട്ടുള്ള മാർഗരേഖ തയ്യാറാക്കുമെന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അപ്പോൾ ഈ സ്കൂളിലെ ഫോൺ ഉപയോഗം സംബന്ധിച്ച് അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ തന്നെ PTA മുഖാന്തരം അച്ചടിച്ച നിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് നൽകണമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ അവബോധം സംബന്ധിച്ച് ഒരു അധ്യയന വർഷം വിദഗ്ധരുടെ 2 മണിക്കൂർ ക്ലാസ് 4 തവണ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ ലഭ്യമാക്കേണ്ടതാണ്. അതുപോലെ മറ്റ് കായിക വിനോദങ്ങൾ, യോഗ അല്ലെങ്കിൽ എയറോബിക്സ്, മറ്റ് ഭാഷാ ക്ലാസുകൾ, സാഹിത്യ ശാസ്ത്ര ക്ലബ്ബുകൾ, വായന, ക്രാഫ്റ്റ്, കൈത്തൊഴിൽ എന്നിവയിലേക്ക് കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ തന്നെ നടപ്പിലാക്കണം എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷൻ പറയുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പും ഇക്കാര്യത്തിലുള്ള തീരുമാനം, കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളൊക്കെ അടുത്ത അധ്യയന വർഷം തന്നെ പാലിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ്. അപ്പോൾ അത്തരത്തിലാണ് കുട്ടികളുടെ ഫോൺ ഉപയോഗത്തിൽ ഒരു നിയന്ത്രണം വേണം എന്നുള്ള ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്.